ക്രിസ്തു നമ്മിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻസ് ടു us when Christ comes inside us? യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരേണ്ടത് ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. വേറെ വഴികളില്ല. വഴിയുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ സത്യം വിളിച്ചു പറയുമ്പോൾ ചിലരുടെ ഹൃദയങ്ങൾ ഇത് വന്ന് കൊള്ളും. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ സത്യം വിളിച്ചു പറയാനേ നമുക്ക് ചുമതലയുള്ളൂ. ആരുടെ ഹൃദയത്തിലാണ് ഈ വിത്ത് വന്ന് വീണിട്ട് അത് കിളുക്കുന്നതെന്നുള്ള ദൈവത്തിൻ്റെ നിയമമാണ്, നിയോഗവുമാണ്. അപ്പം ദൈവം പറയുന്നത് നമ്മൾ ഈ സമയങ്ങളിലെല്ലാം ക്രിസ്തുമസ് ആചരിക്കുന്ന ദിവസങ്ങളിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എന്തിനാണ് എന്ന് നമ്മൾ ഈ പുറമേയുള്ള ഗ്ലിറ്ററിങ്ങും വലിയ ബഹളവും ആർഭാടവും ഒക്കെ കഴിയുമ്പോൾ ഇത് എന്തിനാണ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, ആരെങ്കിലും ഓർപ്പിക്കണം. അപ്പോൾ ക്രിസ്മസ് മെസ്സേജ് ഇപ്രാവശ്യം പറയുന്നതിന് കൂടുതൽ സമയം എനിക്ക് എടുക്കേണ്ടി വന്നു. കാരണം ലോകമങ്ങ് സമൃദ്ധിയുടേതോ അല്ലെങ്കിൽ പിന്നെ വെട്ടങ്ങളുടെയോ പിന്നെ വിളക്കുകളുടെയോ പിന്നെ ഒന്നിച്ചുകൂടലിൻ്റെയോ ഒരു ബഹളത്തിനിടയ്ക്ക് ദൈവം അങ്ങ് മാറിപ്പോയോ? നമുക്ക് സാന്റാക്രോസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എവിടെ നോക്കിയാലും സ്റ്റാറുകളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. കർത്താവിനെ അന്വേഷിക്കുന്ന ഹൃദയമുള്ളവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഈവൻ വിശ്വാസികളുടെ ഇടയ്ക്ക് പോലും എല്ലാവർക്കും അഭിഷേകം വേണം. ദൈവത്തിൻ്റെ വരങ്ങൾ, അതായത് അതിശയം പ്രവർത്തിക്കാനുള്ളത്, പ്രവചനം പറയാനുള്ളത്, രോഗശാന്തി വരങ്ങൾ, പിന്നെ അന്യഭാഷ, ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഫലങ്ങളെന്ന് പറയുമ്പം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ജെൻറ്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ഈ 9 ഫലങ്ങളും, ഒന്നാമത്തേത് സ്നേഹം, അവസാനത്തേത് ഇന്ദ്രിയജയം. ഇതിനകത്ത്, സ്നേഹത്തിനകത്തും ഇന്ദ്രിയജയത്തിനകത്തും ഈ 9 ഫലങ്ങളും കായ്ക്കേണ്ടിയപ്പം ഒരു ഫലമായിട്ടാണ് ഇത് ദൈവം പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു മർമ്മം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു ദൈവത്തിൻ്റെ അടുക്കൽ ചെയ്യുമ്പോൾ ദൈവമേ നിൻ്റെ ഫലം ഞങ്ങൾക്ക് വേണം, വരങ്ങളല്ല ഫലങ്ങൾ. ഒരു ഓറഞ്ചായിട്ടാണ് ദൈവം നമ്മുടെ കയ്യിലോട്ട് തരുന്നത്. ഈ ഓറഞ്ചിനകത്ത് 9 അല്ലി ഉള്ളതുപോലെ തന്നെ 9 ഫലങ്ങളും കൂടെ ഒന്നിച്ച് തരുന്നു. എന്ത്? സ്നേഹം. അപ്പോൾ അതുകൊണ്ട് സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് ആർക്കാണ് സത്യത്തിൽ ഇപ്പോൾ സന്തോഷമുള്ളത്? ജോയ് ഓഫ് ദ ലോഡ്. ജോയ് ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങൾ കൊണ്ടത് നിറയ്ക്കാൻ ഒക്കൂല. ദിസ് ഈസ് സംതിങ് വിച്ച് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഹാസ് ടു ഗിവ്. ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന് പറയുമ്പം അത് ദൈവം ഇട്ടു തരേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഫലങ്ങളെല്ലാം മുന്തിരിയേൽ അല്ലെ മുന്തിരിയുടെ കൊമ്പേൽ വേരാകുന്ന മുന്തിരിയേൽ കിളുത്ത് നിന്നെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഫലങ്ങളുണ്ടാകണമെങ്കിൽ മുന്തിരി വേരോട് അറ്റാച്ച് ചെയ്യണം. എന്നാൽ എങ്ങനെ നിൽക്കുന്ന വൃക്ഷത്തേലും ചിലപ്പോഴൊക്കെ ഈ വരങ്ങൾ പ്രവർത്തിക്കും. അതായത് അതിശയങ്ങൾ, പ്രൊഫസി, അതിപ്പോൾ വെളിച്ചപ്പാടും ഉണ്ട്, സൂക്ഷിക്കണം. പക്ഷെ സ്നേഹവും സന്തോഷവും സമാധാനവും ഇങ്ങനെയുള്ള ഈ നല്ല ഗുണങ്ങളുണ്ടല്ലോ, അത് മുന്തിരിയാകുന്ന വേറെ നിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതാർക്കും വേണ്ട, എല്ലാവർക്കും കാര്യങ്ങൾ മാത്രം മതി. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ കുടുംബജീവിതം നിൽക്കത്തില്ല. നമ്മൾ എത്ര കൊടുത്ത ഒരാളെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലങ്ങളിലൊക്കെ അപ്പനും അമ്മയും ഉണ്ടാക്കി വെക്കുന്നതൊക്കെ മക്കൾക്ക് വേണ്ടി കൊടുക്കും. അവർക്ക് വസ്തു മാത്രം സ്ഥലങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ആവശ്യമില്ല, അപ്പനും അമ്മയും ആവശ്യമില്ല. അപ്പനും അമ്മയ്ക്കും നമുക്ക് പ്രയോജനമുണ്ടെങ്കിലേ അവരെ മതിയെന്നുള്ള കാലമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓർക്കുമ്പോൾ ഈ ഫലങ്ങളാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം ഇവയൊക്കെ ക്രിസ്തുവാകുന്ന വേരയിലും ക്രിസ്തുവാകുന്ന മുന്തിരിയിലും അല്ല ഉണ്ടാകുന്നതെങ്കിൽ അത് ചുമ്മാതാണ്, അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാ 11:1 പറയുന്നത്, യെശയ്യായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, യെശയ്യായുടെ വേരിൽ നിന്ന് ഒരു നാമ്പ് ഫലം കായ്ക്കും. ഒരു കമ്പ് അതിന്മേൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് ഫലം കായ്ക്കണമെങ്കിൽ ഈ വേരയിൽ കൊണ്ട് ചേർത്ത് വെക്കണം. അതായിരിക്കണം ഈ ക്രിസ്തുമസ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരെയും കൊണ്ടുപിടിച്ച് ശരിയാ, മക്കളെ സന്തോഷിച്ചോ, ഭക്ഷണം കഴിച്ചോ, പ്രസൻറ്റ് കൊടുത്തോ, കേക്ക് ഉണ്ടാക്കി, എന്ത് വേണേലും ചെയ്യോ. പക്ഷേ അൾട്ടിമേറ്റ്ലി
ഇത് പിതാവിൻ്റെ സ്നേഹം കാണാനായിട്ടാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദി ഓർഡർ ഓഫ് മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പ്രവാചകൻ അല്ലെ പുരോഹിതനായിട്ട് യേശുക്രിസ്തു കടന്നു വന്നു എന്ന് പറയുമ്പം നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്, എനിക്ക് വേണ്ടി സഹായിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ബോധമാണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നേക്കും എനിക്ക് വേണ്ടി വാദം ചെയ്യുന്ന ഒരു പുരോഹിതൻ. ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വരണ്ട ഹൃദയം, ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, വരൾച്ചയാണ്. വരൾച്ച, ശാപഗ്രസ്തം, അതുപോലെ മരുഭൂമി ഒക്കെ ജീവനില്ലാത്ത അവസ്ഥയാണ്. അപ്പം പഴയ നിയമത്തിലുള്ള ജനതകൾക്ക് വരണ്ട ഭൂമിയിലുള്ളവരെന്നാണ് പറയുന്നത്. ആ വരണ്ട ഭൂമിയിൽ ജീവജലം ഒഴുകിയില്ല, കാരണം ക്രിസ്തു വന്നിട്ടില്ല. ജീവ വെള്ളമാകുന്ന ക്രിസ്തു ഒഴുകാൻ തുടങ്ങിയിട്ടില്ല. ജീവ വെളിച്ചമാകുന്ന ദൈവം വന്നിട്ടില്ല. പിന്നെ വന്നു പോകും കുറേ പേരെ തിരഞ്ഞെടുക്കും, വളരെ ഫ്രാക്ഷൻ ഓഫ് കുറച്ച് പേരെ മാത്രം. അത് തിരഞ്ഞെടുത്ത ഒരു ജനത, ഒരു കൂട്ടത്തിലാണ് യേശുക്രിസ്തു കടന്നു വന്നത്. അപ്പം വരണ്ട ഭൂമി ശാപഗ്രസ്തവും അതുപോലെ നിർജ്ജീവമാണ്. കന്യകത്വത്തിൻ്റെയും വന്ധ്യതയുടെയും അവസ്ഥയായിട്ട്, കന്യകത്വം വെച്ചാൽ മക്കളുണ്ടാകാതെ കന്യയായിട്ട് നിന്നിട്ട് ഒരു ഗുണമില്ല. അതുപോലെ ആത്മീക ദാഹത്തെയാണ് കാണിക്കുന്നത്. ദൈവകൃപയുടെ ഉറവിടമായി ഇത് മാറണം. അതുകൊണ്ടാണ് 35 മെശയെ പറയുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ഉദ്യാനം പോലെ ആകണമെങ്കിൽ വെള്ളം ഒഴുകണം. അപ്പോൾ എൻ്റെ ജോലി, ഞാനിപ്പോൾ ഇവിടുന്ന് വചനമാകുന്ന ജലം അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഓരോ ഭവനങ്ങളിലും ദൈവവെള്ളം വന്ന് വീഴണം. അങ്ങനെയാണെങ്കിൽ ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ അവൻ പുതു സൃഷ്ടിയായി. റോമർക്കെഴുതിയ ലേഖനം 10, 8, 9, 10 അങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്ത്? ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നിട്ട് നമുക്ക് വേണ്ടി ക്രൂശുമരണം ഏറ്റെടുത്തു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശയിൽ കിടക്കുന്നതിനാൽ എൻ്റെ പാപം, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടത്, അത് എൻ്റെ പാപം വേറൊരാൾ ഏറ്റെടുത്തതിനാൽ എൻ്റെ മരണശിക്ഷ മാറ്റി കിട്ടി. ഇത് നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചില്ല എങ്കിൽ എങ്ങനെയാണ്? അത് എത്ര പേരിപ്പം പഠിപ്പിക്കുന്നുണ്ട്. ഇവൻ ക്രിസ്മസ് ടൈമിലും ഈ സാൽവേഷൻ പോയിൻ്റ് പറഞ്ഞു കൊടുക്കണം. രക്ഷിക്കാൻ വേണ്ടി നമ്മളെ എവിടുന്ന നിത്യമായ നരകത്തിൽ നിന്ന്, അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും നിത്യ നരകത്തിൽ പോകും എന്നുള്ളത് നിശ്ചയമാണ്. ഈ സംശയമില്ലാത്ത സത്യങ്ങൾ വിളിച്ചു പറയണം. അതുകൊണ്ട് ഇവരോടൊക്കെ നേരിട്ട് പറഞ്ഞാൽ, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരോട് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഉടുക്ക് കയറി ചെന്ന്, അവർ നല്ല പണമുള്ളവരും സൗകര്യമുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വേദപുസ്തകം വായിക്കാറുണ്ടോ? എന്നോട് പറഞ്ഞ, വേദപുസ്തകം ഞാൻ തുറന്ന് വെച്ചിരുന്നു. ഈ ദിവസങ്ങൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച്, പിന്നെ ഞാൻ വേദപുസ്തകം അടച്ചു വെച്ചു. ഇപ്പോൾ എൻ്റെ കണ്ണാടി എൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, വായിക്കുന്നുണ്ടോ? ഇല്ല. കറക്റ്റല്ലേ? അത് ഞാൻ മോനോട് ചോദിച്ചു. അവിടുത്തെ മോന് പ്രായമുള്ള കൊച്ചനാണ്. ഞാൻ ചോദിച്ചു, നീ വായിക്കുന്നുണ്ടോ വേദപുസ്തകം മോനെ? അത് അമ്മ വായിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ വായിക്കുന്നത്? അപ്പൻ വായിക്കുന്നതാണോ? ആ മകൻ ഉടനെ അമ്മയുടെ മുഖത്തോട്ടാണ് നോക്കിയത്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, ഇന്ന് തൊട്ട് പറയുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്ന് തൊട്ട് തുടങ്ങിക്കോ, വായിച്ചോ, ഞാൻ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞേച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നിട്ട് രാത്രി ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. എൻ്റെ നെഞ്ചിനകത്തൊരു വേദന. എത്രയോ നല്ല മനുഷ്യരാണ്, പക്ഷെ ഉള്ളിൽ ആ വേദപുസ്തകം വായിക്കാനുള്ള ആത്മാവിൻ്റെ തീഷ്ണത ഇതുവരെ കത്തിയില്ലല്ലോ. നമുക്ക് എത്ര ചെയ്താലും പോരാൻ തോന്നിക്കും. അതുതന്നെയാണ് പിതാവിൻ്റെ ആഗ്രഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നഷ്ടപ്പെട്ട തൻ്റെ മക്കൾ തിരിച്ച് ക്രിസ്തുമസിന് ഒന്നിച്ചു കൂടുന്നത് പോലെ നമ്മൾ പിതാവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ മുഖരത്തിൽ ഇപ്പോൾ വരേണ്ടത്, പുത്രൻ തമ്പുരാൻ തൻ്റെ രക്തത്താൽ എൻ്റെ നെറ്റിക്ക്, നമ്മുടെ ഭർത്താക്കന്മാരുടെ, മക്കളുടെ, മരുമക്കളുടെയൊക്കെ മേൽ നെറ്റിക്ക് ചിഹ്നമിട്ടിട്ട് നമ്മളെ കൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ നിർദ്ദേശിച്ച് പറയുന്നു, ഇവരെല്ലാം നിൻ്റെ മക്കളാണ് എന്ന്. അപ്പം മൂത്ത സഹോദരനായിട്ട് യേശുക്രിസ്തു മാറുന്നു. ഈ നമ്മളാകുന്ന എല്ലാവരും ആ കുടുംബത്തിൻ്റെ അതാണ് നമ്മൾ ഈ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ശരിയാകുമ്പം അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ആ ഒരു ഭവനത്തിനകത്ത് വരും. ബിക്കോസ് ഗോഡ് ഈസ് ഇൻ ദ വർക്ക് ഓഫ് മേക്കിംഗ് ഫാമിലീസ്. കുടുംബങ്ങൾ ഉണ്ടാക്കാനാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇറ്റേണിറ്റി എന്നേക്കുമായിട്ട് പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും നമ്മളും മക്കളും മച്ചുമക്കളുമായിട്ട് ഒന്നിച്ച് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ സന്തോഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ഇത്ര ബന്ധപ്പെട്ട്, ദൈവം തമ്പുരാൻ ഇത്ര ബന്ധപ്പെട്ട് തൻ്റെ പുത്രനെ അയച്ചത്. അപ്പം റിഡീം ചെയ്ത് തിരിച്ചെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ അയച്ചിരിക്കുന്നുണ്ട്. വരണ്ട ഭൂമിയാകുന്ന നമ്മൾ ഓരോരുത്തരും ജീവവൃക്ഷങ്ങളായിട്ട് അല്ലെങ്കിൽ ജീവനിലമായിട്ട് വെള്ളമുള്ള ഫലഭൂയിഷ്ടിയുള്ള സ്ഥലമായിട്ട് മാറുന്നു. അതിനെ യെശയ്യാ 35 പറയുന്നു. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകും. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നിലുള്ളത് മാറുന്നില്ല. സത്യം മനസ്സിലാക്കുക. ഈ പരിശുദ്ധാത്മാവ് ചെറിയ പ്രാവ് പോലെ അകത്തിരുന്ന് ചിലപ്പം കരയുന്നുണ്ടായിരിക്കും. കാരണം ഓർക്കണേ, നമ്മൾ പരിശുദ്ധാത്മാവിന് ആത്മീയ ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ ബലമില്ല. അപ്പോൾ നമ്മൾ ഈ വചനം അയക്കും തോറും പരിശുദ്ധാത്മാവിൻ്റെ ബലം വന്നിട്ട് ചിറകടിച്ച് പറക്കാനുള്ള ശക്തി ഇതിൻ്റെ കൂടെ അയക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ 40 പറയുന്നത്, നിങ്ങൾ ജീവനുള്ള കഴുകന്മാരെ പോലെ പറന്നുയരുമെന്ന്. എവിടെ? നമ്മുടെ മക്കൾ അങ്ങനെയാണോ? ഇപ്പം വചനം ഒരു 4 ദിവസം വായിക്കാതിരിക്കും, നമ്മുടെ ഉൾബലം പോകും. ഒരു ചെറിയ ശബ്ദം കേട്ട ഉടനെ പേടി വരും. അതല്ലെങ്കിൽ ഈ വീട് മുഴുവൻ തുറന്നിട്ടാലും എനിക്ക് പേടിയില്ല. ബിക്കോസ് ഇവിടെ ദൂതഗണങ്ങൾ നിപ്പുണ്ടെന്ന് എനിക്കറിയാം. കാരണം ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം അത്ര ഉറപ്പാക്കി വെക്കാണ്. അപ്പോൾ ഇമ്മാനുവേൽ മീൻസ് ദൈവം എന്നോടുകൂടെ, അവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പം നമ്മളിൽ ശിശുവായ ക്രിസ്തു അല്ല വേണ്ടിയത്, പ്രായപൂർത്തിയായ ക്രിസ്തു. അതിന് ഗലാത്യർ പറയുന്നുണ്ട്, അല്ല ശിശുത്വം കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല, വളരണമുള്ള വചനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അതായത് ഭൂമിയിലേക്ക് ദൈവം സ്വന്തം പുത്രനെ അയച്ചത് നമുക്ക് നിത്യജീവൻ തിരിച്ചു തരാനാണ്. സിമ്പിൾ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരിക്കാത്ത ഒരു ജീവൻ. അതുകൊണ്ട് ജഡം മരിക്കും, ജഡം നമ്മുടെ ഒരു ശരീരം ഒരു കോട്ടായിട്ട് കണ്ടാൽ മതി. പക്ഷെ ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് ഇന്നും മരിക്കത്തില്ല, ഇനി മരിക്കാനും പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവും ദൈവമായിട്ട് എന്നും നമുക്ക് ബന്ധമുണ്ട്. മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ ബന്ധമായി കഴിഞ്ഞു. അത് നമ്മൾ ഈ അറാൾഡേറ്റൊക്കെ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ തിരിക്കാനൊക്കത്തില്ല. തിരിക്കണേ ഇനിയും മുറിച്ച് കളയണം. അതുപോലെ അല്ലെ കയ്യുടെ വരയിൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നത് പോലെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മൾ ദൈവത്തിൻ്റെതായി കഴിഞ്ഞിരിക്കുക. എങ്ങോട്ട് ഓടാനാ? എങ്ങും ഓടിപ്പാനൊക്കത്തില്ല. അതുകൊണ്ട് മാറി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അപ്പനമ്മമാർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കുന്നു വിശ്വസിക്കുന്നെങ്കിൽ, ജീവിച്ച് മരിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാതിരിക്കുമോ? അവൻ കേൾക്കും നിശ്ചയം. അപ്പം ക്രിസ്തു വന്നു കഴിയുമ്പം ആദ്യമായിട്ട് എൻ്റെ പാപത്തെ ഏറ്റെടുത്തു, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരാൾ എൻ്റെ മരണത്തെ ഏറ്റെടുത്തു, നിത്യജീവൻ കിട്ടിയിരിക്കുന്നു. വരണ്ട ഭൂമി മാറി ഞാൻ നിത്യമായ ഫലഭൂയിഷ്ടിയുള്ള ഭൂമിയായിട്ട് മുന്തിരിയാകുന്ന ക്രിസ്തുവിൽ നേർന്നു നിന്ന് നിറച്ചു ഫലം കായ്ക്കുന്നവരായി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യും. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ ജീവപ്രകാശം നിന്നിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവോടും ചേർന്ന് കഴിയുമ്പം ഇറ്റേണിറ്റി തുടങ്ങി. ഇവിടെ നിത്യമായ ജീവൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് ജീവപ്രകാശമുണ്ട്. അത് അനേകരിലേക്ക് പടരണം. ഇത് കണ്ടേജിയസ് അപ്പച്ച. സൂര്യൻ്റെ പ്രകാശം നന്മയുള്ളവർക്കും നല്ലവനും ചീത്തയുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. മഴ നല്ല ആൾക്ക് അഴുക്കാൾക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിൻ്റെ പ്രകാശം, അപ്പച്ചൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ കാലയളവിൽ അനേക മക്കളുടെ ഹൃദയത്തിൽ ചെന്നുകൊണ്ടിട്ട് ഈ ദിവ്യ സ്നേഹത്തിൻ്റെ വിത്ത് കിളിപ്പിക്കണം. ഇതാ നിൻ്റെ ദാസി തിരുഹിതം പോലെ നടക്കട്ടെ എന്ന് പറയുന്ന വിനയം കൂടെ ഇതിൻ്റെ കൂടെ അയക്കുന്നു. ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സും കൂടെ നീ ഇട്ടുകൊടുക്കുക. നമ്മൾ വചനം അയക്കുകയാണ്, അതുമാത്രമേ നീ എന്നോട് പറയുന്നുള്ളൂ. വചനം അയക്കുന്നത് നല്ല നിലത്ത് 100 മേനിയും ഫലം കായ്ക്കത്തക്ക വിധത്തിൽ നല്ല വെള്ളമൊഴിച്ച് വെട്ടം കൊടുത്ത് വളമിട്ട് കൃഷി നടത്തി അഭിഷേകൻ്റെ ഫലം എടുപ്പിക്കണമേ. അതിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പറ്റിയ അനേക മക്കളെ ഈ ഫീൽഡിലേക്ക് ഇറക്കണമേ. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവീൻ. അങ്ങനെ ഞങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അഭിഷേകം വീഴട്ടെ. അഹറോൻ്റെ താടിയിൽ കൂടെ ഒഴുകുന്ന അഭിഷേക തൈലം തലമുറകളുടെ മേൽ ഒഴുക്കി അപ്പച്ചൻ അവരെ വീണ്ടെടുക്കുന്നത് അവരുടെ നന്മ കൊണ്ടൊന്നുമല്ല, അപ്പച്ചൻ്റെ സ്നേഹം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിച്ചതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.